എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ വിശേഷങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ശ്രുതിയും ശ്രുതിയും ആ നഷ്ടപ്പെട്ടു പോയ പൈസ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണല്ലോ. ചന്ദ്രയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ആ പൈസ കിട്ടിയിട്ട് വേണം ശ്രുതിയെ കാനഡയിലോട്ട് പറഞ്ഞുവിടാൻ. എന്നിട്ട് ശ്രുതിക്കും അവിടെ പോയി സെറ്റിൽ ആവാനാണ് ഉദ്ദേശ്യം. അപ്പോൾ നമ്മുടെ ശ്രുതി അതിന് വേണ്ടിയിട്ട് ശ്രുതിയും കൂടി ഏജൻസിയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏജൻസിയിലൊക്കെ പോയി നോക്കി. പക്ഷേ അവിടുത്തെ ലേഡി ആണെങ്കിൽ ഒരു ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ടായിരുന്നില്ല നീലിമയുടെ. അവിടെ വെച്ചിട്ടാണ് ശ്രുതി നീലിമയുടെ ഫോട്ടോ ആദ്യമായി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണ് നീലിമയുടെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴുള്ള ഡ്രൈവർ. നീലിമയെ എല്ലായിടത്തും എല്ലാത്തിനും കൊണ്ടുപോകുന്നത് സച്ചിയാണല്ലോ. പക്ഷെ സച്ചിക്കറിയില്ല ഈ നീലിമയാണ് തൻ്റെ അച്ഛൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയ ആ കള്ളിയെന്ന്. സച്ചിയുടെ കണ്ണിൽ ഇവർ കാനഡയിൽ നിന്ന് വന്ന വലിയ പണക്കാരിയാണ്. അവർ പറയുന്നിടത്തൊക്കെ സച്ചി കൊണ്ടുപോകുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. ശ്രുതിയും ഒരു വശത്ത് നീലിമയെ അന്വേഷിച്ചിട്ടുള്ള തിരക്കിലും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നീലിമ ബ്യൂട്ടി പാർലർ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവാണ്. നീലിമ സ്ഥിരം പോകാറുള്ള ബ്യൂട്ടി പാർലർ പൂട്ടിപ്പോയി. കുറേ നാളായല്ലോ നീലിമ കാനഡയിൽ സെറ്റിലായിട്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ആ ബ്യൂട്ടി പാർലർ ഇല്ല. അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, എനിക്കൊരു നല്ലൊരു ബ്യൂട്ടി പാർലർ വേണമായിരുന്നു, അറിയാവോ തൻ്റെ പരിചയത്തിൽ എവിടെയെങ്കിലും നല്ല ബ്യൂട്ടി പാർലർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ നമ്മുടെ ജംഗ്ഷനിൽ ഒരു അടിപൊളി ബ്യൂട്ടി പാർലർ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റീസും അവിടെ വന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത്, എനിക്കറിയാവുന്ന ബ്യൂട്ടി പാർലറാണ്, നല്ല ബ്യൂട്ടി പാർലറാണെന്നൊക്കെ പറയുവാണ്. ഏതാണ് ആ ബ്യൂട്ടി പാർലർ? നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിനെ പറ്റിയാണ് സച്ചി പറയുന്നത്. എന്നിട്ട് സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നീലിമയും കൂട്ടി ആ ബ്യൂട്ടി പാർലറിലോട്ട് പോകുവാണ്. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, നല്ല ബ്യൂട്ടി പാർലറാണല്ലോ, വിശ്വസിക്കാമല്ലോ, എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഗ്യാരൻറ്റി അല്ലേ, എല്ലാവരും വരുന്നത് ഇവിടെയാണ്, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നീലിമയെ വിടുവാണ്. എന്നിട്ട് സച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നീലിമ ഡോറ് തുറന്ന് റിസപ്ഷനിലൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവരകത്തോട്ട് പോയിക്കോന്ന് പറയുന്നുണ്ട്. നീലിമ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോഴേക്കും ശ്രുതി നല്ലോണം ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ശ്രുതിയുടെ ഫോണിലെ ആ ഏജൻസിയിൽ വെച്ചിട്ട് നീലിമയുടെ ഫോട്ടോ കണ്ടതാണല്ലോ. അപ്പോൾ ശ്രുതിക്ക് അപ്പോൾ തന്നെ ആളെ മനസ്സിലാവുന്നുണ്ട്, ഇത് അവളല്ലേ ശ്രുതിയുടെ ഫോണിൽ കണ്ട, ശ്രുതിയുടെ പൈസ മോഷ്ടിച്ചുകൊണ്ടും പോയവൾ. അപ്പോൾ ശ്രുതി കണ്ട പരിചയമൊന്നും കാണിക്കത്തില്ലേ, എന്നാലും കൺഫേം ചെയ്യണമല്ലോ ഇത് ആ ആൾ തന്നെയാണെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മാഡം എന്താ മാഡം, അല്ല എനിക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്യണമായിരുന്നു, മുഖം നല്ല ഗ്ലോ ചെയ്യുന്ന ടൈപ്പുള്ള എന്തെങ്കിലും ഒരു പൈസ എത്രയായാലും കുഴപ്പമില്ല, എനിക്ക് നല്ല പാക്കായിരിക്കണം, എനിക്ക് നാളെ തിരിച്ചു പോകാനുള്ളതാണ് ഒരു സ്ഥലം വരെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇടാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിനെന്താ മാഡം, ഇവിടെ വന്നോളൂ, ഇവിടെ എല്ലാം നല്ല പാക്കാണ്, ഒരുപാട് പേരുകൾ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസൊക്കെ ഇവിടെ വന്നാണ് ഫേഷ്യലൊക്കെ ചെയ്യുന്നത്, മാഡത്തിനെ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് നീലിമയെ അകത്തേക്ക് ക്ഷണിച്ച് അവിടെ കസേരയിൽ ചെയറിൽ ഇരുത്തുവാണേ. എന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ എല്ലാവരും പേരും വിശേഷമൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ശ്രുതി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നീലിമയെ പറ്റി ചോദിക്കുവാണേ. അല്ല മാഡത്തിൻ്റെ പേരെന്താ, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, എൻ്റെ പേര് നീലിമ, ഞാൻ കാനഡയിലായിരുന്നു, ഇവിടെ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി നെട്ടുവേ, ഇത് അവൾ തന്നെ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആൾ നീലിമ, ശ്രുതിയെ വിളിച്ച് ഇപ്പം തന്നെ കാര്യം പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ല മാഡം അപ്പോൾ കാനഡയിൽ നിന്ന് എപ്പോൾ വന്നു എന്നൊക്കെ ശ്രുതി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ, നാളെ തിരിച്ചു പോവുകയും ചെയ്യും. നീലിമക്കറിയില്ലല്ലോ ഇത് ശ്രുതിയുടെ ഭാര്യയാണെന്നൊക്കെ. നീലിമ കണ്ടിട്ടൊന്നുമില്ല, ശ്രുതിയെ കല്യാണത്തിന് മുമ്പ് കണ്ടതാണല്ലോ. പിന്നെ പറ്റിച്ചിട്ട് നീലിമ കാനഡയിൽ പോയി സെറ്റിലായി. അതിനുശേഷം ഇന്നാണ് നാട്ടിലോട്ട് നീലിമ വരുന്നത് തന്നെ. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ, മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പാക്കൊക്കെ തയ്യാറാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോവാണേ. പുറത്തോട്ട് പോയിട്ട് നേരെ ശ്രുതിയെ വിളിക്കും. ശ്രുതിയെ വിളിച്ചിട്ട് പറയും, എടാ ശ്രുതി, നമ്മുടെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയ, നിന്റെ പൈസ മോഷ്ടിച്ചില്ലേ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അവൾ ഇതേ എൻ്റെ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, നീ എളുപ്പം ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി നേരെ, ആണോ അവൾ തന്നെയാണോ, നിനക്ക് ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്, ഞാൻ പേരും ചോദിച്ചപ്പോൾ നീലിമ എന്ന് അവൾ പറയുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അവളെ വിടല്ലേ, ഞാനിപ്പോൾ എത്താമെന്ന് പറഞ്ഞ് ശ്രുതി നേരെ പോകുവാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട്. അപ്പോൾ നീലിമ ഇങ്ങനെ റെഡി ആയിരിക്കുവാണ്, പാക്കൊക്കെ ഇടാൻ വേണ്ടി മിററിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ശ്രുതി അപ്പോൾ നേരെ പോയി നീലിമയുടെ ബാക്കിൽ പോയി നിൽക്കുകയും നീലിമ മിററിൽ കൂടി ശ്രുതിയെ കാണുന്നത് ഞെട്ടിപ്പോകുന്നുണ്ട്. നീലിമ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അപ്പോൾ ശ്രുതിയെ കണ്ട് ചോദിക്കും, നീ എന്താ എവിടെയും ചോദിക്കുമ്പോഴേക്കും, ഇത് ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലർ അല്ലേ, ജെൻസിന് എന്താ ഇവിടെ കാര്യം, ഇങ്ങനെയാണോ നിങ്ങളുടെ സർവീസ് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ ചീത്ത പറയുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവളെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ നല്ലോണം ഞെട്ടിപ്പോകുകയെ, കാരണം ഭാര്യയോടാണല്ലോ പേരും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞതെന്ന് ഓർത്തിട്ട്. എവിടെയുടെ എൻ്റെ ലക്ഷ്യം, എൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ട് പോയ ലക്ഷങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, ഏത് ലക്ഷ്യം, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി, ദേ നിൻ്റെ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട, മര്യാദക്ക് എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ആ പൈസ ഇങ്ങോട്ട്
തിരിച്ചു താന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുവാണ്. നീലിമ പറയുന്നുണ്ട്, ഞാൻ എന്തിനു നിനക്ക് തിരിച്ചു തരണം, നീ അത് എനിക്കായിട്ട് തന്ന പൈസയില്ലേ, അത് ഞാൻ തിരിച്ചു തരുന്ന പ്രശ്നമില്ല, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ പൈസ ഞാൻ എന്തിനു നിനക്ക് തരണം, നിന്റെ കൂടെ കുറേ നാൾ കഴിഞ്ഞതല്ലേ, അതിനുള്ള പ്രത്യുപഹാരമായിട്ട് കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നീലിമയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. നീ എന്തൊരു മോശക്കാരി പെണ്ണുങ്ങളുടെ വർത്താനമാണ് നീ പറയുന്നത്, കൂടെ കഴിഞ്ഞതിൻ്റെ ചെലവാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ഭയങ്കര ഫൈറ്റൊക്കെ നടക്കുവാണ്. അപ്പോൾ ഒച്ചയും ബഹളമൊക്കെ പുറത്ത് നിന്ന് സച്ചി കേൾക്കുന്നുണ്ട്. സച്ചി ബഹളം കേൾക്കുമ്പോഴേക്കും എന്താ പ്രശ്നം, എൻ്റെ മാഡം അകത്തോട്ട് പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴേക്കും ശ്രുതിയുടെയൊക്കെ ബഹളം കേൾക്കുന്നുണ്ട് പുറത്തോട്ട്. സച്ചി ഓടി അകത്തോട്ട് പോകുക. എന്താ പ്രശ്നമെന്ന് ചോദിക്കും. റിസപ്ഷനിൽ നോക്കുമ്പോഴേക്കും അവിടെ ആരുമില്ലേ. സച്ചി എന്തെന്ന് വെച്ചാൽ ഡോറ് തുറന്ന് നേരെ അകത്തോട്ട് കയറുമ്പോഴേക്കും അവിടെ നമ്മുടെ ശ്രുതിയൊക്കെ ഇങ്ങനെ കത്തി പിടിച്ച് നീലിമയുടെ നേരെ നിൽക്കുവാണ്. അപ്പോൾ തന്നെ സച്ചി ചോദിക്കും, എന്താ പ്രശ്നം, ഇതെൻ്റെ മാഡമാണ്, നിങ്ങൾ എന്തിനാ ഇവരോട് ഇങ്ങനെ ചെയ്യണം, ഞാനാണ് ഇവരിങ്ങോട്ട് കൊണ്ടുവന്നത്, നല്ല ബ്യൂട്ടി പാർലർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാർലറേട്ടത്തിയുടെ ബ്യൂട്ടി പാർലറാണ് കാണിച്ചു കൊടുത്തത്, ഇവിടെ എല്ലാ സെലിബ്രിറ്റീസും വരുന്നതല്ലേ, എന്നെ വിശ്വസിച്ച് വന്ന മാഡത്തിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, എടാ ഇതാണ് നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ ആ പൈസ മോഷ്ടിച്ചുകൊണ്ടും പോയ നീലിമ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഞെട്ടുവേ. കാരണം അച്ഛൻ്റെ പണം മോഷ്ടിച്ച പെണ്ണിനെയാണല്ലോ ഇത്രയും ദിവസം കാറിൽ കറക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ ഓർക്കുമ്പോഴേക്കും ശ്രുതി കുറേയൊക്കെ പറയാൻ നിൽക്കും. മര്യാദക്ക് ഞങ്ങളുടെ പൈസ ഇവിടെ വെച്ച് പോയിടാൻ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമൊക്കെ പേടിയൊന്നുമില്ലേ, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടില്ല എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ വലിയ ഷോക്കായിപ്പോയി. സച്ചി അങ്ങനെ നിൽക്കുവാണ്. നീലിമ വന്നിട്ട് ഇറങ്ങി കൊല്ലണമെങ്കിൽ കൊന്നോന്നൊക്കെ ഒരു മട്ടാണ് നീലിമയ്ക്ക്. എന്നിട്ട് നീലിമ പറയും, തനിക്ക് എന്നെ കൊണ്ടേ ആക്കാൻ പറ്റുള്ളൂ, താൻ വാ എന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ച് പോകാൻ പോകുമ്പോഴേക്കും സച്ചി പറയും, നിക്കടി അവിടെ എന്ന് പറയുമ്പോഴേക്കും നീലിമ ഒന്ന് ഞെട്ടുവേ. നീ ആരെയാടെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നത്, എന്നെയോ, നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, നീയാണല്ലോ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചുകൊണ്ടും പോയത്, ആ പൈസ ഏതാണെന്ന് നിനക്കറിയോടി, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സർവീസിലിരുന്നപ്പോൾ ഉണ്ടാക്കിയ കാശാണ്, അതാണ് നീ നിസ്സാരമായിട്ട് എൻ്റെ ചേട്ടനെയും പറ്റിച്ചടിച്ചുകൊണ്ടും പോയത്, മര്യാദക്ക് നീ എൻ്റെ പൈസ താടി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ സച്ചി നല്ല ചീത്തയാണ് നീലിമയെ പറയുന്നത്. ബ്യൂട്ടി പാർലറിലെ വേറെ കസ്റ്റമേഴ്സും റിസപ്ഷനിസ്റ്റും എല്ലാവരും അവിടെ കൂടുന്നുണ്ട്. നീലിമയും നല്ല മറുപടി പറയുന്നുണ്ട്. ലാസ്റ്റ് സച്ചിയുടെ സ്വഭാവം അറിയാലോ, സച്ചി ഒന്നും നോക്കാതെ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുവാണ്. നീ മര്യാദക്ക് നിൻ്റെ പൈസ ഇവിടെ വെച്ചില്ലെങ്കിൽ നിന്നെ കാനഡയിലോട്ടെന്നല്ല എവിടെയും കൊണ്ടുപോകാൻ പോകുന്നില്ല, ഇവിടുത്തെ മുറിയിൽ നിന്നെ പൂട്ടിയിടും, നിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയുടെ ബിസിനസ്സും ഞങ്ങൾ ക്ലോസ് ചെയ്യിക്കും, നിൻ്റെ കേസ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്, ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോകും, കേസ് എന്തായാലും നമുക്കേ അനുകൂലമായിട്ടുള്ളൂ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വാടി എന്നൊക്കെ സച്ചി ഭീഷണിപ്പെടുത്തുവാണ്. ഭയങ്കര പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് സച്ചി എന്നിട്ട് ലാസ്റ്റ് നീലിമയുടെ മറുപടിയൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കും അങ്ങനെ ദേഷ്യം വരുവാണ്, ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. സച്ചി ഇതിൻ്റെ കയറി ഇടപെടുന്നത്. ശ്രുതി ചീത്ത പറയുന്നുണ്ട്, സച്ചി ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾക്ക് സംസാരിച്ച് മേടിക്കാൻ അറിയാമെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചിട്ട് അവൾ തന്നില്ലല്ലോ, ഇനി ഞാൻ മേടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നീലിമ ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കാണുന്നുമുണ്ട്. സച്ചിക്കാണെങ്കിൽ ദേഷ്യം കൂടി ഇങ്ങനെ വരുവാണ്. സച്ചി ലാസ്റ്റ് ദേഷ്യം വന്ന് അവിടെയുള്ള ബ്യൂട്ടി പാർലറിൽ ആ ചെയറൊക്കെ പൊക്കി നീലിമയുടെ തലക്കിട്ടടിക്കാൻ പോകുമ്പോഴേക്കും നീലിമ ഒന്ന് പേടിക്കുവേ. അല്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങളുടെ ചേട്ടനും ഞാനും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ചേട്ടൻ എനിക്കായിട്ട് തന്ന എൻ്റെ അക്കൗണ്ടിലിട്ട് ക്രെഡിറ്റ് ആയി തന്ന കാശ് ഞാൻ എന്തിന് നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ നിനക്ക് തന്നോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, അതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, അത് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ പറ്റൂ, ഇങ്ങോട്ട് വാടി, നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം, നീ ഇനി കാനഡയിലും പോവില്ല എവിടെയും പോവില്ല, നീ ഇവിടെ കേസും കാര്യങ്ങളായിട്ട് ഈ നാട്ടിൽ തന്നെ തെണ്ടി തിരിഞ്ഞ് നടന്നോന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. നീലിമക്ക് അപ്പോൾ നീലിമ ഒരു പേഴ്സണൽ അഡ്വക്കേറ്റിനെയൊക്കെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കേസും കാര്യത്തിനൊക്കെ പോയാൽ മാഡം 1-2 വർഷം അങ്ങനെ പോകും, കേസുള്ളതുകൊണ്ട് മാഡത്തിന് പിന്നെ തിരിച്ച് കാനഡയിലോട്ട് പോകാനും സാധിക്കില്ല, മര്യാദക്ക് അവർക്ക് പൈസ കൊടുത്ത് തിരിച്ചു വിടുന്നതായിരിക്കും മാഡത്തിന് നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ നല്ലോണം പേടിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു നിവർത്തിയും ഇല്ലാതെ വരുമ്പോഴേക്കും സച്ചിയെ നല്ലോണം ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് നീലിമ തൻ്റെ കയ്യിലുള്ള കാശൊക്കെ ATM-ലും ബാങ്കിലും ഒക്കെ പോയി സച്ചിയും കൊണ്ട് നേരെ പോകുകയാണ്. സച്ചി നീലിമയും കയറ്റി ബാങ്കിൽ പോയി നേരെ അവരുടെ അക്കൗണ്ടിലുള്ള കാശൊക്കെ എടുക്കുവാണ്. എന്നിട്ട് നീലിമ സച്ചിക്ക് ആ കാശ് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു പിടിക്കാൻ നമ്മുടെ സച്ചി തന്നെ വേണ്ടി വന്നു. പക്ഷെ സച്ചിയുടെ സാമർത്ഥ്യം കണ്ട് ശ്രുതിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ലേ. ശ്രുതിക്ക് സച്ചിയെ ഇഷ്ടമല്ലല്ലോ, സച്ചിനോട് അപ്പോഴും അകൽച്ച തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ശ്രുതിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.